പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവൻ തേടി നടന്ന വഴികളിൽ, ശൂന്യത മാത്രം കണ്ട നാളുകളിൽ, ഇരുട്ടിൽ തെളിഞ്ഞ ഒരേ പ്രകാശം, യേശുവേ, നീ എത്ര ബന്ധനങ്ങൾ പൊട്ടിച്ച നിന്റെ നാമം ഹൃദയങ്ങളിൽ പ്രത്യാശ പകർന്നു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ എന്നിൽ ജീവിക്കുന്നു, എന്നിൽ ഒഴുകുന്നു, എന്നിൽ വ്യാപരിക്കുന്നു. ആമേൻ. ജീവൻ തേടണ വഴികളിൽ, ശൂന്യത മാത്രം കണ്ട നാളുകളിൽ, ഇരുട്ടിൽ തെളിഞ്ഞൊരു പ്രകാശം, യേശുവേ നീയത്രേ. ബന്ധനങ്ങൾ പൊട്ടിച്ച നിന്റെ നാമം ഹൃദയങ്ങളിൽ പ്രത്യാശ പകർന്നു. മരണത്തിൽ നിന്നുയർത്തെഴുന്നേൽക്കരൻ എന്നിൽ ജീവനൊഴുക്കും. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയങ്ങളിൽ പ്രത്യാശ പകർന്ന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, ആമേൻ, ഇന്ന് രാത്രിയിലും ആ ജീവനെ ഒഴുക്കുകയാണ്. ഹല്ലേലൂയ. ആ ജീവന്റെ പ്രത്യാശയുള്ള ദൈവമക്കൾ, ആമേൻ, കരങ്ങളെ തട്ടി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആമേൻ, ക്രിസ്തുവിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൂടുതൽ സൗകര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും, കൂടുതൽ സൗകര്യങ്ങൾ നേടിയെങ്കിലും, അതെ, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെങ്കിലും, ആമേൻ, ബാങ്ക് ബാലൻസ്, ആമേൻ, ഉണ്ടെങ്കിലും ജീവനുണ്ടോ? ആമേൻ. പലർക്കും ശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പലരും മണ്ണോട് മണ്ണായി, പണമുള്ളവർ, കഴിവുള്ളവർ, പലതും നേടി എന്ന് അവകാശപ്പെട്ടവർ, അതേ, ശ്വാസം നിലച്ചു 6 അടി മണ്ണിൽ പുഴുവിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ, കഷ്ടമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ, ഓ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. പ്രത്യാശയില്ലാത്തവർ പ്രത്യാശ ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പക്ഷെ സന്തോഷമില്ല. ആമേൻ. പലർക്കും ശ്വാസമുണ്ട് കേട്ടോ,
സന്തോഷമില്ല. ജോലിയുണ്ട്, പക്ഷെ സമാധാനമില്ല. ആമേൻ. അതെ, ആളുകൾ ചുറ്റുമുണ്ട്, ഹല്ലേലൂയ, പക്ഷേ ഒറ്റപ്പെടലുകൾ, ഹല്ലേലൂയ, മാറിയിട്ടില്ല. ഇന്ന് രാത്രിയിലും ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ, ഏതൊക്കെയോ മേഖലകളിൽ, എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട അനുഭവത്തോടായിരിക്കുന്ന ചില ഹൃദയങ്ങളെ, ചില ജീവിതങ്ങളെ സ്വർഗം കാണുന്നു. ഇന്ന് രാത്രി ആമേൻ ചിന്തയ്ക്കാധാരമായി ആമേൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ആമേൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 10-ാം അധ്യായം 10-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വന്നത് ആമേൻ അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ആമേൻ ഉണ്ടാകേണ്ടതിനുമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, തകർക്കുവാനല്ല, മുടിക്കുവാനല്ല, ആമേൻ, അതെ, ആമേൻ, തകർക്കുവാനല്ല, നശിപ്പിക്കുവാനല്ല, പിന്നെയോ സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ. വായിച്ചാലും മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശു വന്നത്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ സംഘടന, ഒരു മതം, ഒരു പ്രസ്ഥാനം ആമേൻ സ്ഥാപിക്കുവാനല്ല, ഹല്ലേലൂയ, നൽകുവാനല്ല വന്നത്. ആമേൻ. യേശു ആമേൻ ജീവൻ നൽകുവാൻ വന്നു. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. യേശു വന്നത് ജീവൻ നൽകുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. എവിടേക്കാണ് യേശു വന്നത്? ഹല്ലേലൂയ. ആമേൻ. ഏതോ കാലിത്തൊഴുത്തിലോ, ഹല്ലേലൂയ, ഏതോ റോഡിലോ, ആമേൻ, ഏതോ രാജകൊട്ടാരത്തിലോ, ആമേൻ, എവിടെയാണ് യേശു വന്നത്? ഹല്ലേലൂയ. ആമേൻ. യേശു വന്നത് ആമേൻ, ഹല്ലേലൂയ, ശൂന്യത നിറഞ്ഞ ആമേൻ മനുഷ്യന്റെ അകത്ത് ആമേൻ ഒരു നിറവ് നൽകുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യത, ഹല്ലേലൂയ, ആമേൻ, അതേ മനുഷ്യന്റെ അകത്ത് പ്രത്യാശ, ആമേൻ, അതേ നൽകുവാനാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആമേൻ 55-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അല്പമല്ലാത്തതിന് ദ്രവ്യവും അപ്പമല്ലാത്തതിന് ദ്രവ്യവും ദ്രവ്യവും തൃപ്തി വരാത്തവന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഹല്ലേലൂയ. അപ്പം അല്ലാത്തതിന് നിങ്ങൾ പണം ചെലവാക്കുന്നത് എന്ത്? ഹല്ലേലൂയ. സ്തോത്രം. സുഹൃത്തുക്കളെ, മനുഷ്യൻ ആമേൻ, അതേ, പണം ചെലവഴിച്ച് പലതും നേടുവാനായിട്ട് തയ്യാറാകുന്നു. വചനം ചോദിക്കുന്നു, അപ്പം അല്ലാത്തതിന് നിങ്ങൾ പണം ചിലവാക്കുന്നത് എന്ത്? ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ വചനത്തിന്റെ ആഴം എന്താ? ഈ വചനത്തിന്റെ അർത്ഥം എന്താ? ഈ വചനത്തിന്റെ വെളിപ്പാട് എന്താ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനുഷ്യൻ ആമേൻ, അതേ, പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആമേൻ. നിത്യജീവന്റെ മൊഴികൾ, ആമേൻ, അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. അനേകർ ഇത് കേൾക്കുവാൻ, അനേകര് ഈ സന്ദേശം കേട്ട് ആമേൻ നിത്യജീവൻ അവകാശികളാകുവാൻ ആമേൻ നിന്റെ പണം ചെലവഴിക്കുമോ? ഹല്ലേലൂയ. അതോ അപ്പമല്ലാത്ത എന്ന് വെച്ചാൽ ഈ ജീവന്റെ പ്രവർത്തനങ്ങൾക്കല്ലാതെ, ഹല്ലേലൂയ, ആമേൻ, ഈ സുവിശേഷ ഘോഷണത്തിനല്ലാതെ, ആമേൻ, ഈ ദൈവപ്രവർത്തിക്കല്ലാതെ, ആമേൻ, നീ നിന്റെ പണം ആമേൻ ചെലവഴിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ അനേകര് പണമുണ്ടാക്കി
പണം കൊണ്ട് ആമേൻ ആഡംബര ജീവിതം നയിച്ച് 6 അടി മണ്ണിൽ ആമേൻ അതെ നല്ല പ്രായത്തിന്റെ ഇടയിൽ അതെ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രവാചകൻ ആമേൻ ദൈവജനത്തോട് ചോദിക്കുന്നു, അപ്പം അല്ലാത്തതിന് നിങ്ങൾ പണം ചെലവാക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, പണം കൊണ്ട് പലതും നേടുന്നു, പലതും സമ്പാദിക്കുന്നു, എന്നിട്ടും ഉള്ളിൽ ഒരു ശൂന്യത. ആമേൻ. എന്താ കാരണം? ആമേൻ അതെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആമേൻ. മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. ആമേൻ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ള അറിവ് മനുഷ്യന് ആമേൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ആമേൻ ഏദനിൽ മനുഷ്യനെ ദൈവം തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് തന്റെ സ്വരൂപത്തിൽ ആമേൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. ആമേൻ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശ ശുദ്ധിയോടുകൂടെ ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏദനിൽ പാർപ്പിച്ചു. ആമേൻ. എന്തിന്? വേല ചെയ്യുവാൻ. ആമേൻ. തോട്ടം സൂക്ഷിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ രാജാക്കന്മാരെ പോലെ വീഴുവാനാക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തി അവന്റെ ഹൃദയത്തിനകത്ത് ശൂന്യത വരുത്തി. ആമേൻ. അവനെ നഗ്നനാക്കി, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. ആ അകറ്റി ആമേൻ കളഞ്ഞ മനുഷ്യൻ നഷ്ടവും കഷ്ടവും വേദനയും നിരാശയും നിറഞ്ഞവനായി. ഹല്ലേലൂയ. അങ്ങനെ കഷ്ടവും നഷ്ടവും നിരാശയും നിറഞ്ഞ മനുഷ്യനെ നിറവിലേക്ക്, ആമേൻ പ്രത്യാശയിലേക്ക്, സന്തോഷത്തിലേക്ക്, തേജസ്സിലേക്ക് ആമേൻ നയിക്കുവാൻ, നിറയ്ക്കുവാൻ അത്രേ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അപ്പോ ദൈവം ആമേൻ ഒഴിഞ്ഞ ഇടം ആമേൻ ഹല്ലേലൂയ നിറയ്ക്കുവാനായിട്ട് വന്നു. എങ്ങനെ നിറയ്ക്കാൻ? ഹല്ലേലൂയ. ആമേൻ. കുറെ പണം കൊണ്ട് നിറയ്ക്കലല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കുറെ പ്രശസ്തി കൊണ്ട് നിറയ്ക്കുകയല്ല. ഹല്ലേലൂയ. കുറെ ലഹരി കൊണ്ട് നിറയ്ക്കുകയല്ല. ഹല്ലേലൂയ. കുറെ ബന്ധങ്ങൾ കൊണ്ട് നിറയ്ക്കുകയല്ല. ആമേൻ. അത് നിറഞ്ഞ ഒരു അനുഭവം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ നിറവിനാൽ. ഹല്ലേലൂയ. ആരുടെ? ആമേൻ. ദൈവം ആരെന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വന്ന യേശുവിന്റെ നിറവ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പണത്തിന്റെ നിറവല്ല, പ്രശസ്തിയുടെ നിറവല്ല, ആമേൻ ലഹരിയുടെ നിറവല്ല, ആമേൻ ബന്ധങ്ങളുടെ നിറവല്ല. ഹല്ലേലൂയ. കാരണം ഇതൊന്നും ഒരു മനുഷ്യനെ പൂർണ്ണനാക്കില്ല. ഹല്ലേലൂയ. പണമുള്ളത് കൊണ്ട് അവൻ പൂർണ്ണനാകുന്നില്ല. മദ്യത്തിന്റെ ലഹരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി അവൻ ഉള്ളത് കൊണ്ട് അവൻ പൂർണ്ണനാകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ പ്രശസ്തി ഉള്ളവനായതുകൊണ്ട് അവൻ പൂർണ്ണനാകുന്നില്ല. ആമേൻ. ഒരുപാട് പണമുള്ളത് കൊണ്ട് അവൻ പൂർണ്ണനാകുന്നില്ല. ഇതൊക്കെ ഉള്ളവൻ ശൂന്യനായി. ആമേൻ. അതെ, ആമേൻ ഒന്നുമില്ലാത്തവനായി ആമേൻ ജീവിതം അവസാനിപ്പിക്കുന്നു. അല്ലേ? ഹല്ലേലൂയ. ദൈവം മാത്രം ഹല്ലേലൂയ നിറവുള്ളവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആമേൻ ഒരുവന്റെ അകത്ത് നിറഞ്ഞാൽ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവനായി മാറും. ഹല്ലേലൂയ. കാരണം യേശു ജീവന്റെ ഉറവിടമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ആമേൻ. ഞാൻ ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. അപ്പോ ആമേൻ നിന്റെ പണം നീ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ഹല്ലേലൂയ. സുവിശേഷ ഘോഷണത്തിനു വേണ്ടി നീ ചെലവഴിക്കുമോ? ആമേൻ. ദൈവ രാജ്യത്തിനു വേണ്ടി നീ പണം ചെലവഴിക്കുമോ? ആമേൻ. അതേ, വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ആമേൻ നിന്റെ ആമേൻ അതേ നന്മ ആമേൻ അതിന്റെ ഓഹരി ആമേൻ അതിന്റെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണമെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. ആമേൻ. നിന്റെ പണം ആമേൻ നീ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ഹല്ലേലൂയ. സുവിശേഷ ഘോഷണത്തിനു വേണ്ടിയോ ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയോ? ആമേൻ. ഞാൻ ജീവന്റെ അപ്പമാണ്. യേശു അവരോട് പറഞ്ഞത്, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ആമേൻ. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവൻ
ആമേൻ വിശക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ യേശു ഒരു ആശയമല്ല, ആമേൻ ഒരു തത്വചിന്തയല്ല, ആമേൻ അവൻ ജീവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്കായി മരിച്ചുവെന്ന് ദൈവം തെളിയിച്ചു. ഹല്ലേലൂയ. അപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ചേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, അതേ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കായി മരിച്ചുവെന്ന് ദൈവം തെളിയിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവൻ നമുക്ക് വേണ്ടി, ആമേൻ, നമ്മുടെ അവസ്ഥയിൽ വന്നു പ്രിയരെ. ആമേൻ. നമ്മുടെ വേദന അവൻ വഹിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നോക്കിക്കേ, പ്രത്യാശ ഇല്ലെന്ന് തോന്നുന്നവർക്ക്, ഹല്ലേലൂയ, ആമേൻ, പ്രത്യാശ ഉളവാകുന്ന സന്ദേശമാണ് ദൈവം തന്റെ വചനത്തിലൂടെ, ആമേൻ, ഒന്നുകൂടെ പറഞ്ഞാൽ വചനമാകുന്ന യേശുവിലൂടെ മാനവകുലത്തിന് നൽകുവാനിടയായത്. ഹല്ലേലൂയ. ആമേൻ. സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ആമേൻ, കൂടപ്പറപ്പേ, കുഞ്ഞെ, അഭിഷക്തനെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് പലരും പറയുന്നു, ആമേൻ, ഇനി, ആമേൻ, മാറാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, ആമേൻ, സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. ആമേൻ. ഞാൻ, ആമേൻ, പൂർവികരായി, ആമേൻ, വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന്, ആമേൻ, മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്നെ കൊണ്ട്, ആമേൻ, ഇനി, ആമേൻ, എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതം എന്ത് ചെയ്തു? തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രത്യാശയില്ലാത്ത വാക്കുകൾ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇനി മാറാൻ പറ്റില്ല. ആമേൻ. എൻ്റെ ജീവിതം തീർന്നു. ആമേൻ. എനിക്ക് അവസരം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ഹല്ലേലൂയ. യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയരെ, ഇതെപ്പോൾ, എവിടെ വെച്ച്, ആരോട്, ആര് പറഞ്ഞു? സ്തോത്രം. ആമേൻ. പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം കൈമോശം വന്നുപോയി എന്ന് ചിന്തിച്ച് കണ്ണുനീരിന്റെ, ആമേൻ, അനുഭവത്തിൽ ഇരിക്കുന്ന സഹോദരി, ആമേൻ, അവൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു അല്ലേ? ആമേൻ. അവൾ അറിയിക്കേണ്ടയിടത്ത് അറിയിച്ചു. അവൾ കാത്തിരുന്നു. അവൾ കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെയായിരിക്കുന്ന സാഹചര്യത്തിൽ അവളുടെ കാതിൽ അവൾ കേൾക്കുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. വേർപാടിന്റെ ദുഃഖത്തോടെ സഹോദരന്റെ, ആമേൻ, ദീനം അവരെ അസഹ്യപ്പെടുത്തി. ആമേൻ. സഹോദരന്റെ വേർപാട് അവരെ കണ്ണുനീരിലാക്കി. വിമർശനങ്ങൾ, കുത്തുവാക്കുകൾ, ആമേൻ, വിരലിച്ചുണ്ടുകൾ, ആമേൻ, ഇതൊക്കെ, ആമേൻ, സഹിക്കേണ്ടി വന്നിട്ട് അവളുടെ കാതിൽ കേൾക്കുന്നത്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. മരിച്ച ലാസറിനോട് പറഞ്ഞ വാക്ക്, ഹല്ലേലൂയ. മരിച്ച ലാസറിന്റെ വീട്ടിലായിരിക്കുന്നവരോട് പറഞ്ഞ വാക്ക്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്നവർക്കും ബാധകമാണ്. ഹല്ലേലൂയ. യേശുവിന്, ആമേൻ, നിന്റെ ഇന്നലകൾ എന്തല്ല? തടസ്സമല്ല. സ്തോത്രം. ഇന്നലകളിലെ നിന്റെ വേദന, ആമേൻ, തടസ്സമല്ല. ഇന്നലകളിലെ നിന്റെ, ആമേൻ, ജീവിതത്തിലെ, ആമേൻ, ഇരുളിന്റെ അനുഭവങ്ങൾ ദൈവത്തിന് തടസ്സമല്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇന്നലെ ആമേൻ നീ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് ആമേൻ അതേ സംഭവിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. ഹല്ലേലൂയ. അവൻ നിന്റെ നാളെയെ കാണുന്നു. ഹല്ലേലൂയ. യേശുവിന് നിന്റെ ഇന്നലകൾ എന്തല്ല പ്രശ്നമല്ല, അവൻ നിന്റെ നാളെയെ കാണുന്നവനാണ്. ഹല്ലേലൂയ. യേശു വിളിക്കുന്നത് ആമേൻ ഒരു മതത്തിലേക്കല്ല, ആമേൻ ഒരു ജീവിതത്തിലേക്കാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആമേൻ അതിന്റെ 6-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ആമേൻ ഞാൻ തന്നെയാണ് സത്യം, ആമേൻ ഞാൻ തന്നെയാണ് ജീവൻ. ആമേൻ. വായിച്ചാൽ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. നോക്കിക്കേ. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ യേശുവിനെ കൂടാതെ ആർക്കും ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ആമേൻ. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരിക. ആമേൻ. ആരോടൊക്കെ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതൊക്കെ വിഷയത്തിനകത്ത് ആരൊക്കെ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവോ അവരോടെല്ലാം, ആരോടൊക്കെ ഈ ഭൂമിയുടെ ഏതൊക്കെ ഭാഗത്ത് മനുഷ്യനായി ജീവനോടായിരിക്കുന്ന ആരൊക്കെ ഭാരത്തോട് വേദനയോടായിരിക്കുന്നുവോ, വർഗവർണ്ണ വ്യത്യാസമെന്യേ, പ്രായഭേദ്യമെന്യേ, അതേ പണമില്ലാത്തവനും പണമുള്ളവനും, ആമേൻ പണ്ഡിതനും പാമരനും, ആരായിരുന്നാലും, വിദ്യാസമ്പന്നനും വിദ്യാഹീനനും, ഹല്ലേലൂയ, ആരുമാകട്ടെ, രാത്രി യേശു നിന്നെ വിളിക്കുന്നു, എന്റെ അടുക്കൽ വരിക. ആമേൻ. യേശു പറഞ്ഞു, ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നാളിതുവരെ അതേ പണമുണ്ടായിട്ടും പ്രതാപമുണ്ടായിട്ടും പ്രശംസയുണ്ടായിട്ടും ആമേൻ പലതും ഉണ്ടായിട്ടും ആമേൻ എവിടെയൊക്കെയോ ശൂന്യത, ആമേൻ ശൂന്യത, വീട്ടിനകത്ത് ഉണ്ടായിരുന്ന ആ നിറവ് എല്ലാം പോയി. ഇന്ന് ശൂന്യത, ശൂന്യത, ശൂന്യത. പണമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പണം കൊണ്ട് വാങ്ങിച്ചു വെച്ച പലതും ഉണ്ട് കേട്ടോ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ഇന്ന് നിന്നോട് ചോദിക്കുന്നു, ആമേൻ നിന്റെ പണം കൊണ്ട് ആമേൻ നിന്റെ നഷ്ടത്തെ നികത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. നിന്റെ പണം കൊണ്ട് ആമേൻ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ ആമേൻ നിനക്ക് നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു സംഘടനയിലേക്കല്ല, രാത്രി യേശു നിന്നെ വിളിക്കുകയാ. ഒരു ചടങ്ങിലേക്കല്ല, ഒരു ബന്ധത്തിലേക്കാണ്. ആമേൻ. അവൻ നിന്നെ മനസ്സിലാക്കുന്നു, നിന്റെ വീഴ്ചകൾ അറിയുന്നു, എന്നിട്ടും നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അത് പലർക്കും തോന്നുന്നത് ആമേൻ നിത്യജീവൻ മരിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാം, അത് ലഭിക്കും, അത് കിട്ടും എന്നാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന നിമിഷം മുതൽ പ്രിയരെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ജീവിതം മാറുന്നു. ഹല്ലേലൂയ. ജീവിതം മാറുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ മാറുന്നു, വഴികൾ മാറുന്നു. ഹല്ലേലൂയ. അത് ആരംഭമാണ്, അത് അവസാന. ഹല്ലേലൂയ. ആമേൻ. ആഹ്വാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആമേൻ, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ജീവൻ തേടുകയാണോ? യേശു പറയുന്നു, എന്റെ അടുക്കൽ വരിക. ആമേൻ.
ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അടുക്കൽ വരിക. ആമേൻ. നീ തികഞ്ഞവനായിരിക്കണമെന്നല്ല, ആമേൻ, നീ മാറിയിരിക്കണം എന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തികഞ്ഞവനായിരിക്കണമെന്നില്ല, നീ മാറിയിരിക്കണമെന്നില്ല, വരിക മാത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യേശുവിലേക്ക് ആര് വരുവാൻ തയ്യാറാകും? ആമേൻ. നിന്റെ ശൂന്യതകളെ നികത്തുവാൻ, ആമേൻ, നിത്യത, ആമേൻ, നഷ്ടപ്പെട്ട് പോകത്തക്ക വിധത്തിൽ, ആമേൻ, നിന്നെ ഇരുളിലേക്ക് തള്ളിയിട്ട്, ആമേൻ, നിന്നിൽ നിന്നും, ആമേൻ, ചോർന്നു പോയ ആ ദൈവ സാന്നിധ്യം, ആ ദൈവ തേജസ്, ആമേൻ, ആ നിറവിന്റെ അനുഭവങ്ങള്, ആമേൻ, കഷ്ടതയും, ആമേൻ, വേദനയും, ആമേൻ, അതേ പരിഹാസവും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഈ ജീവിത അനുഭവത്തിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, പ്രത്യാശയുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള നിത്യജീവനിലേക്ക് ദൈവം നിന്നെ വിളിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കേട്ട ഓരോ ഹൃദയത്തെയും അവിടുന്ന് കാണുന്നല്ലോ. ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നവർക്കും, ഭാരത്തിൽ തളർന്നിരിക്കുന്നവർക്കും, പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കും ഇന്ന് രാത്രി, ആമേൻ, കേൾക്കപ്പെട്ട വചനം, ആമേൻ, ജീവനായി, പ്രത്യാശയായി, സമാധാനമായി, ഹല്ലേലൂയ, വെളിപ്പെടുവാനിടയാകട്ടെ. യേശുവേ, അവിടുന്ന് ജീവനാകുന്നു. ഈ രാത്രിയിൽ ഹൃദയങ്ങളിൽ വെളിപ്പെടണമേ. അന്ധകാരത്തിൽ കഴിയുന്നവർ, കർത്താവേ, ജീവന്റെ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകട്ടെ. ആ ഏദനിൽ നഷ്ടപ്പെട്ടത്, കർത്താവേ, ആ ദൈവിക ഫെലോഷിപ്പ്, ആ ദൈവിക കൂട്ടായ്മ, ആ ദൈവിക സന്തോഷം, ആ നിറവിന്റെ അനുഭവം, ആ ലജ്ജാകരമായ അനുഭവം മാറി ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക്, കർത്താവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനായി സ്തോത്രം. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കരയേറിപ്പോയ കർത്താവ് പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ അവിടുന്ന്, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. അപ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകിയാണ്. ഇന്ന് രാത്രി ജീവൻ തേടി നടന്ന വഴികളിൽ, ശൂന്യത മാത്രം കണ്ട നാളുകളിൽ, ഇരുട്ടിൽ തെളിഞ്ഞ ഒരേ പ്രകാശം, യേശുവേ, നീ അത്രേ. ബന്ധനങ്ങൾ പൊട്ടിച്ച നിന്റെ നാമം ഹൃദയങ്ങളിൽ പ്രത്യാശ പകർന്ന്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ എന്നിൽ ജീവൻ ഒഴുക്കുന്നു. ഇന്ന് രാത്രി ആ ജീവൻ ഓരോ വ്യക്തികളിലും, ആമേൻ, വെളിപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ജീസസ്. ഓ, നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആ വരികൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രത്യാശ നൽകുന്നതാണ്. ആമേൻ, ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ജീവൻ തേടലടുന്ന വഴികളിൽ ശൂന്യത മാത്രം കണ്ട നാളുകളിൽ ഇരുട്ടിൽ
പൊടിച്ച നിന്റെ നാമം ഹൃദയങ്ങളിൽ പ്രത്യാശ പകർന്നു. മരണത്തിൽ നിന്നുയിർത്തെഴുന്നേൽക്കരം എന്നിൽ ജീവനൊഴുക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക, റിക്വസ്റ്റ് അയക്കുക. നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് പോയപ്പോൾ നമുക്ക് നൽകിയ ഒരു അന്ത്യകൽപ്പനയാണ്, നിങ്ങൾ ഭൂലോകത്തേക്കും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രിയരെ, സോഷ്യൽ മീഡിയ വഴി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ നാളിതുവരെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ഈ കൂട്ടായ്മയിൽ കൈത്താങ്ങലാകുന്ന, പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങളുടെ ഒരു ഷെയർ, ആമേൻ, നിങ്ങളുടെ ആമേൻ സഹകരണം, ആമേൻ, ഇത് അനേകരിലേക്ക് എത്തിക്കുവാനിടയാ. അത് മുഖാന്തരം ആമേൻ അതേ ശൂന്യതകൾ ആമേൻ ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോയി ഇനി മരണം മാത്രമേ മുമ്പിലുള്ളെന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ വക്കീലായിരിക്കുന്ന ആമേൻ ചില പ്രിയപ്പെട്ടവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആമേൻ മുഖാന്തരമായി മാറും. ആകയാൽ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം. കർത്താവിന്റെ വരവ് വരെ ദൈവം നൽകുന്ന അവസരങ്ങൾ നമുക്ക് ഒരുമിച്ച് വിനിയോഗിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല, ആമേൻ, വർഷത്തിന്റെ എല്ലാ ആമേൻ അതേ ദിവസങ്ങളിലും മാസങ്ങളിലും മറ്റ് ആമേൻ പ്രവർത്തനങ്ങളുണ്ട്. വിശേഷ വർഷത്തിന്റെ ഒടുവിലത്തെ മാസം ഓൾ കേരള സുവിശേഷീകരണ സന്ദേശവുമായി കടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ ആമേൻ സമീപ പ്രദേശങ്ങളിൽ ആമേൻ ദൈവം ആമേൻ അയക്കുന്ന ഇടങ്ങളിൽ ആമേൻ കടന്നുപോയി ആമേൻ അതേ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നു. ആമേൻ, നമുക്ക് ഒരുമിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാം. വീണ്ടും കൂടി കാണും വരെ ദൈവം അവിടെവിടങ്ങളിലായി എല്ലാവരെയും ആമേൻ കാക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.